നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സ് ഓർ സൈക്കിൾസ് ആണ്. അതിന് മുൻപ് റിസൾട്ട് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് സ്പാനിങ് ട്രീസ് ഈസ് n റേസ് ടു n മൈനസ് 2. അതായത് നമ്പർ ഓഫ് വേർട്ടീസസ് എന്ന് പറയുന്നത് 2ഓ അതിൽ ഗ്രേറ്ററോ ആണെങ്കിൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് സ്പാനിങ് ട്രീസ് എത്രയുണ്ടെന്നുള്ളത് n റേസ് ടു n മൈനസ് 2 ആണ്. അടുത്തതാണ് ഫണ്ടമെൻ്റൽ സർക്യൂട്ട് ഓർ സൈക്കിൾ എന്താണെന്ന്. സൈക്കിൾ ഫോംഡ് ബൈ ആഡിങ് എ കോഡ് ഓഫ് സ്പാനിങ് ട്രീ. കോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഗ്രാഫിൻ്റെ പാർട്ടായിട്ടുള്ള സ്പാനിങ് ട്രീയുടെ പാർട്ടല്ലാത്ത എഡ്ജ്. അങ്ങനെ ഒരു എഡ്ജ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സൈക്കിൾ ഫോം ആവുകയാണെങ്കിൽ അതിനെയാണ് ഫണ്ടമെൻ്റൽ സൈക്കിൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സൈക്കിൾ ഫോംഡ് ബൈ ആഡിങ് എ കോഡ് ഓഫ് സ്പാനിങ് ട്രീ. ഇനി നമുക്കതിൻ്റെ തിയറം നോക്കാം. A connected graph G is a tree if and only if adding an edge between any two vertices in G exactly one cycle. അതായത് ഒരു ഗ്രാഫ് ട്രീ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് രണ്ട് വേർട്ടീസസിനിടയിൽ ഒരു എഡ്ജ് ആഡ് ചെയ്താൽ അത് എക്സാക്ട്ലി 1 സൈക്കിൾ ആവണമെന്ന്. ഓക്കെ അല്ലേ? അതായത് ഒരു കോഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു സൈക്കിൾ ആവണമെന്ന്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ജി ഒരു ട്രീ ആണ്. അതിൻ്റെ അകത്തുള്ള രണ്ട് വേർട്ടീസസ് ആണ് യുവും വിയും എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എഡ്ജ് യു വി ഈസ് എ പാർട്ട് ഓഫ് 2 സൈക്കിൾസ്. രണ്ട് സൈക്കിൾസിൻ്റെയും പാർട്ടാണ് എഡ്ജ് യു വി എന്ന് പറയുന്നത്, C1ൻ്റെയും C2ൻ്റെയും. അപ്പോൾ യു വിക്ക് ഇടയിൽ എന്തായിരിക്കും? ഒരു യുണീക്ക് പാത്ത് ഉണ്ടാവും. നമ്മൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് യു വി പ്ലസ് പി അങ്ങനെ ഒരു യൂണീക്ക് പാത്ത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം 1 സൈക്കിളായിട്ട് മാറും. അതായത് പി പ്ലസ് യു വി എന്ന് പറയുന്നത് നമുക്കൊരു 1 സൈക്കിളായിട്ട് മാറും. ദാറ്റ് വിൽ ഫോംസ് എ ട്രീ. പകരം ഈ എച്ചിൽ നിന്ന് യു വി പാത്ത് വീണ്ടും റിമൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ജി തന്നെയായിരിക്കും. സോ ഒരു ട്രീ ഉണ്ട്. ആ ട്രീക്ക് രണ്ട് വേർട്ടീസസ് ഉണ്ട്, യുവും വിയും ഉണ്ട്. ദിസ് എഡ്ജ് യു വി ഈസ് എ പാർട്ട് ഓഫ് രണ്ട് സൈക്കിൾസിൻ്റെ പാർട്ടാണ് C1ഉം C2ഉം. അപ്പോൾ യു വിക്ക് ഇടയിൽ എന്താണ്? ഒരു യുണീക്ക് പാത്ത് പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 1 സൈക്കിൾ. ഓക്കെ, അതെന്തായിരിക്കും? ഒരു ട്രീ ആയിരിക്കും. നെക്സ്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത് എനി കണക്റ്റഡ് ഗ്രാഫ് ജി വിത്ത് n വേർട്ടീസസ് ആൻഡ് ഈ എഡ്ജസ് ഹാസ് E മൈനസ് n+1 ഫണ്ടമെൻ്റൽ സൈക്കിൾ. നമുക്കറിയാം n വേർട്ടീസസ് ഉള്ളൊരു ഗ്രാഫാണ്, ഈ എഡ്ജസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ കോഡ്സ് എന്ന് പറയുന്നത് E മൈനസ് n+1 ആണ്. ആക്ച്വലി ഒരു ട്രീയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പാനിങ് ട്രീയിലേക്ക് ഒരു കോഡ് ആഡ് ചെയ്യുമ്പോഴാണ് അതൊരു ഫണ്ടമെൻ്റൽ സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. സോ E മൈനസ് n+1 കോഡ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഫോം E മൈനസ് n+1 ഫണ്ടമെൻ്റൽ സൈക്കിൾസ്. അതായത് സ്പാനിങ് ട്രീ പ്ലസ് എനി വൺ കോഡ് ഒരു ഫണ്ടമെൻ്റൽ സൈക്കിൾ തരും. അപ്പോൾ E മൈനസ് n+1 കോഡ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഫോം E മൈനസ് n+1 ഫണ്ടമെൻ്റൽ സൈക്കിൾസ്.